ബി.ജെ.പി. നേതാവ് സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരമേൽക്കും. ജെ.ഡി.യു. അധ്യക്ഷൻ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകുന്നത്. വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ ബി.ജെ.പി. നേതാവ് സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ നാളെ ചെയ്യുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. അധികാരത്തിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. നിലവിലെ മുഖ്യമന്ത്രി ജെ.ഡി.യു. അധ്യക്ഷൻ നിതീഷ് കുമാർ നേരത്തെ രാജി വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ഇരിക്കുന്നത്. സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആവുക. നേരത്തെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം എം.എൽ.എമാരുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് സാമ്രാട്ട് ചൗധരിയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിൽ നിതീഷ് കുമാറിന്റെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു സാമ്രാട്ട് ചൗധരി. നാളെയാണ് പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങായിട്ടാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക് ഭവനിലാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ജെ.ഡി.യുവിന് 2 ഉപമുഖ്യമന്ത്രിമാർ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജെ.ഡി.യുവിൻ്റെ വിജേന്ദ്ര പ്രസാദ് യാദവും അതുപോലെ തന്നെ വിജയ് കുമാർ ചൗധരിയുമാണ് ഈ നിലവിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളെന്ന് പറയുന്നത്. നിതീഷ് കുമാറിൻ്റെ മകൻ ഇതിലേക്ക് വരും എന്നുള്ളൊരു സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നിലവിൽ മന്ത്രിസഭയുടെ ഭാഗമാകാനില്ല എന്നുള്ള നിലപാടിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ജെ.ഡി.യുവിന് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് പുതിയ സർക്കാരിൽ ഉണ്ടാവുക. അതിൽ വിജേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ വിജയ് ചൗധരിയുമായിരിക്കും ഉപമുഖ്യമന്ത്രിമാരായി എത്തുക എന്നുള്ളതാണ്. ഇനി അതിൽ മാറ്റം വരുമോ എന്നുള്ള കാര്യം നാളെയാണ് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട കാലം മുഖ്യമന്ത്രിയായ ആളാണ് നിതീഷ് കുമാർ. നേരത്തെ നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം MNC സ്ഥാനം രാജിവെച്ചിരുന്നു. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ 14 ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് ചട്ടം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ലോക് ഭവനിലെത്തി രാജി സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 20 വർഷത്തോളം നീണ്ട നിതീഷ് കുമാറിൻ്റെ ഒരു ഭരണകാലത്തിന് ബീഹാറിൽ അവസാനമായിരിക്കുന്നു. ഇനിയിപ്പോൾ ബീഹാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വ്യക്തമാണ്. എന്തായാലും നിതീഷ് കുമാറിന്റെ നീണ്ട ഭരണ തുടർച്ചയ്ക്ക് ശേഷം രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ ബി.ജെ.പി. നേതാവ് സാമ്രാട്ട് ചൗധരി ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നാളെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരമേൽക്കുന്നത്. ജെ.ഡി.യു. അധ്യക്ഷനായിട്ടുള്ള നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയാകുന്നത്. നാളെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.